എന്ത് സാർ? പരാതി എപ്പോഴാണ് കൊടുത്തത് നിങ്ങൾ? പരാതി കൊടുത്തിട്ട് ഞാൻ 2 ആഴ്ചയായല്ലോ. 2 ആഴ്ചയായി അല്ലേ? ഇതിന് മുന്നേ 2024 സാർ ഒരു മിനിറ്റ് 2024 ജോൺ പോലീസ് സംഘാടകർ ഒരു പരാതി കൊടുത്തു. ഇന്ന് വരെ നടപടിയില്ല. ഞങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ നിലവിൽ എപ്പോഴാണ് കൊടുത്തത് പരാതി? ഇപ്പൊ 2 ആഴ്ചയായി സാർ കൊടുത്തിട്ട്. ഡേറ്റ് പറയാൻ നോക്കി. ഡേറ്റ് ഓർമ്മയില്ല, ഫയൽ തന്നെ നോക്കണം സാറേ. 2 ആഴ്ച മുമ്പല്ലേ? അതെ. എന്താണ് ഇത്ര ഞങ്ങളെ കൊടുക്ക് പരാതിക്ക് മാത്രം സ്വറപ്പാറ. ഞങ്ങളെ കൊടുത്താൽ മാത്രം പരാതി നടപടി വരുന്നില്ലല്ലോ. മന്ത്രിയുടെ ആള് പറഞ്ഞുകൊണ്ടാണോ? ഇല്ല വല്ല ആരെങ്കിലും എന്ത് സാറേ മന്ത്രിയുടെ ആൾക്കാരെ കൊണ്ടുതന്നെ വരത്തില്ല. RBC കൊണ്ടാപ്പറ കൊണ്ടാണ് പരാതി കൊടുത്തത്. ഒരു വീഡിയോ ക്ലിപ്പാണ് തെളിവ്. എൻ്റെ ട്രാക്ടർക്ക് കുറുക്കിയിട്ട് തന്നെ ഒരുത്തൻ ഒരുപാട് നേരം സമയം റോഡിൽ തടഞ്ഞു വെച്ച്. അതെ, വീഡിയോ ക്ലിപ്പ് 2250 പേര് ആ വീഡിയോ നോക്കിയിട്ടുണ്ട് എന്റെ യൂട്യൂബില്. തടഞ്ഞു വെച്ച തീയതി ഓർമ്മയില്ല. രാത്രി 10 മണിക്ക് സാറേ. രാത്രി 10 ഡേറ്റ് ഓർമ്മയില്ല സാറേ. അല്ല ഞാൻ എഴുതി കൊടുത്തു, ഡേറ്റ് അതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് പെട്ടെന്ന് കൊടുത്ത പരാതി എപ്പോഴാണ് പറഞ്ഞു നോക്കിയിട്ട് വിളിക്കാം. അതാണ് സാറേ. നീ ആ ഫയലൊക്കെ തപ്പിയെടുക്കണ്ടേ സാറേ? നിങ്ങളെ പോലെ അല്ലല്ലോ നമ്മളൊന്നും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല. അപ്പം നമ്മളത് ഫയൽ ആ പേപ്പർ അതിനകത്ത് ഇരിപ്പുണ്ടാവും. ആ തപ്പിയെടുക്കാൻ തന്നെ സമയം പിടിക്കും. ഒരുപാട് പേപ്പറുണ്ട്, 200 കിലോ പേപ്പറുണ്ട് ഇവിടെ. ഞാൻ പരാതി കൊടുത്തത് മാത്രം എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ 200 കിലോ പേപ്പറുണ്ട്. അപ്പൊ RBC ആൾക്കാരെ കൊണ്ടാണ് നടപടി എടുക്കാത്തത്. എപ്പോൾ സാർ? അപ്പൊ ഇന്നലെ വിളിച്ചപ്പോൾ എന്തായേ? SI സാറിന് എപ്പം വിളിക്കും? ശരി സാർ, നിങ്ങളുടെ പേര് പറയേ சார். பேர் வரேன். ஹலோ, எங்களோட யூடியூப் சேனல் சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணிக்கங்க. இது இந்த வடகரப்பதி RBCயோட ஒரு விஷயம். வடகரப்பதியில் இந்த RBC பஞ்சாயத்துக்கு அனுகூலிக்கிற கொளிஞ்சாம்பாரில் போலீஸு நிறைய பேர் உண்டு. நானுக்கு ஜாமீனுக்கு போனபோது ஒரு போலீஸ்காரன் கேட்டான், நின்று அச்சு கூடான்னு கேட்டான் ஒரு போலீஸ்காரன். அதாவது இந்த போலீஸ்காரங்களுக்கு ஒரு விஷயம் சொல்லிக்கிறேன். நீங்கள் என்னதான் இருந்துப்பா, நல்ல போலீஸ்காரங்கோடு நல்ல போலீஸ்காரங்க நிறைய பேர் உண்டு. அதனால் அவங்கள்ட்ட மன்னிப்பு கேட்கிறேன் செய்வார். வேறு வழி இல்லாமல் சார். ஒரு போலீஸ்காரன் ஒருக்கா எனக்கு ஜாமீன் போடும்போது என் தம்பி அண்ணையெல்லாம் வச்சு அச்சு போலீஸ் ஸ்டேஷன் நின்று அச்சு விடான்னு கேட்டான். போலீஸ் ஸ்டேஷன் நின்று அச்சு விட்டு அல்லடா நாயை ஒன்றா போட்டு கொளிஞ்சாம்பாறை போலீஸு RBCக்கு எதிராக இப்போ மந்திரியோட ஆளுக்கு எதிராக பராதி கொடுத்தா கொளிஞ்சாம்பாறை போலீஸ் பராதி நடவடிக்கை எடுக்கிறது இல்லை, லஞ்சம் வாங்குது. கொளிஞ்சாம்பாறை நடவடிக்கை எடுக்காது. கொளிஞ்சாம்பாறை சார்மார இந்த லஞ்சம் வாங்குற வேலைக்கு பேசாமல் ரோட்டில் போய் வேட்டி விரிச்சுக்கு வந்து பிச்சை வாங்கி தின்றலாம் சார். அதான் நல்ல பொழப்பு. இல்லை வேறு வழி பணி உണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു ഇருக்கு സാറേ കേട്ടോ. നിങ്ങളിട്ടേക്കുന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോം അത് നിങ്ങൾ ബഹുമാനിക്കണം കേട്ടോ. ഇതാ വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ തൂക്കിക്കൊല്ലാന്ന് പോകണില്ല സാറേ, തൂക്കിക്കൊല്ലാന്ന് പോകണില്ല കേട്ടോ. പുല്ലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്കെതിരെ ഈ കൊടുക്കുന്ന പരാതിയും ഈ റെസീറ്റും ഉണ്ടല്ലോ, ഇന്ന് ഉപകരിക്കില്ല, നാളെ എനിക്ക് ഉപകരിക്കും. പിന്നെ നാളെ നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല പണി കിട്ടും. അത് ഓർത്തുകൊണ്ട് ഇരുന്നോളൂ നിങ്ങൾ. ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ ഒന്നും നിങ്ങളൊരു കേസ് എടുത്താലും കേരളത്തിൽ നിങ്ങൾ കള്ളക്കേസിലാക്കി പോലീസുകാർ കള്ളക്കേസെടുത്ത് കടന്നു ഒരുപാട് ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട്. ഇവരൊക്കെ കാണാൻ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. കാണുക തന്നെ ചെയ്യും. അതൊക്കെ ഞാൻ അവർക്കൊക്കെ ഒരു നല്ല കാലം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വരിക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ വിരട്ടണ പണിയും ഈ ഉരുട്ടണ പണിയും നിങ്ങൾ വെച്ചോളേം കേട്ടോ. പോലീസാണെങ്കിൽ കേസെടുക്കാൻ പറ്റും, തൂക്കിക്കൊള്ളാൻ ഞാമില്ലല്ലോ, കോടതി ഉണ്ടല്ലോ, കോടതിയിൽ പോകും. പക്ഷേ എനിക്കോ എൻ്റെ കുടുംബത്തിന് എന്താ മക്കൾക്കോ പണി എന്തെങ്കിലും കംപ്ലൈൻറ്റ് അപകടം പറ്റിക്കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് എന്ത് പറ്റിക്കഴിഞ്ഞാലും കൊളിഞ്ഞാമ്പാറ പോലീസുകാർ 2018 മുതൽ 2025 വരയ്ക്കും ഞങ്ങൾ കൊടുത്ത അത്ര പരാതിക്ക് നടപടിയെടുക്കാത്ത പോലീസുകാരന് ഉത്തരവാദി. പിന്നെ എൻ്റെ കുടുംബം എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ നടപടി എടുക്കാത്ത പോലീസുകാർക്ക് മക്കൾ കിട്ടി ശരിക്കും പണി കൊടുക്കാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്നതൊക്കെ വിറ്റിട്ട് എൻ്റെ മക്കൾ പെരുവിളി നിന്നാലും കൊടുത്ത് നിങ്ങളുടെ മക്കളെ കിട്ട് പണിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പണി തന്നെ ചെയ്യും. നിങ്ങൾ തൂക്കി കൊല്ലാനൊന്നും പറ്റില്ല, പണ്ടവരെ പോയി കൊല്ലും കേട്ടോ. നിങ്ങൾ ഈ വിരട്ട പരിപാടി നിർത്തിക്കൊള്ളേ. ഞങ്ങൾ പരാതി കൊടുത്ത നടപടിക്കകത്ത് എന്തുകൊണ്ടാണ്? എന്താ 24-ാം തീയതി ഞാൻ പരാതി കൊടുത്തു. റെക്കോർഡ് ഇന്ന് തീയതി 9/10 തീയതി 9 இன்னைக்கு 24-ஆம் தேதி நடந்த சம்பவத்துக்கு நான் 29ஆம் தேதி பராதி கொடுத்தேன். அந்த யூடியூப்பில் 2250 பேர் 2200 பேர் அந்த வீடியோ பார்த்துக்கிறாங்க. அத்தனை வீடியோ தெளிவாக கொடுத்துட்டு நடவடி இல்லை. 2024 12ஆம் மாதம் ஜோன் பலிக்கிறாங்க வீடுகறி வெட்டுன்னு சொல்லி ஒரு பராதி கொடுத்த இன்னொரு நடவடி இல்லை. மந்திரியோட ஆள் சித்தூர் கிருஷ்ணன்குட்டியோட மந்திரியோட ஆள் ஜோன் பலிக்ஸ் தங்கராஜ், அவனுக்கு என்ன பராதி நடவடி இல்லை. காப்பா கேஸில் பிரதி
இவங்களுக்கெல்லாம் உங்களுக்கு தான் சாரே நீங்கள் வந்து பிச்சை காசு இருக்கல்ல இங்கே வேறுங்க மக்கள் எல்லாம் நீங்கள் உங்கள் மக்கள் எல்லாம் வேறு நான் பார்த்துக்கிற போலீஸ்கார மக்கள் கண்டிப்பாக சொல்கிறேன் கேட்டுங்க உங்கள் மக்களுக்கெல்லாம் திருப்பி கிடைக்கும் அதில் இன்னும் சந்தேகம் வேண்டாம். உங்களை எல்லாம் நீங்கள் என்ன போலீஸாக இருந்தாலும் ரிட்டையர்ட் ஆகும்போது வெறும் புழு பூச்சி தான். அப்போ இப்போல்லாம் உங்களை யாரும் ஒன்றும் செய்ய மாட்டாங்க, போலீஸ்காரங்களை ஒன்றும் செய்ய மாட்டாங்க. உங்கள் மக்களுக்கு எதிராக தான் போர்க்கொடி தூக்கிறதுக்கு நிறைய பேர் காத்துட்ருக்குறாங்க. எனக்கு தெரியும். உங்கள் இந்த பொய் கேஸ் எடுக்கிறவன் காசு வாங்கிட்டு போய் பொம்பளை கேஸ் பொய் கேஸ் போடுறவன் இவங்க மக்களுக்கெல்லாம் நீங்கள் ரிட்டையர்ட் ஆகும்போது உங்கள் மக்களுக்கு திருப்பி கிடைக்க நான் சொல்லிட்டு இருக்கிறேன். ஏன்னா நான் கேரளாவில் என்ன நடக்குதுன்னு பாருங்க. கேரளாவில் இருக்கிற ஜெயிலுக்கு இருக்கிற 80% பேரும் கேரளாவில் இருக்கிற போலீஸ்காரங்க கள்ள கேஸ் எடுத்ததான் உண்மை. இதில் எந்த விதமான ஏன்னா என்ன பின்ன சார வின்சென்ட் சேவியர் അവർ പോലെയല്ല കേട്ടോ കേട്ടോ. നിങ്ങൾ എന്ത് വേണം കേസ് എടുക്കും സാർ ചുക്കും ചെയ്യാൻ പോകണില്ല. അച്ചി വിടാ ചോദിച്ചാൽ ഒരു പോലീസുകാരനല്ലേ? പോലീസ് സ്റ്റേഷൻ നിൻ്റെ അച്ചി വീടല്ലടാ പോലീസുകാരാ കേട്ടോ. നിൻ്റെ അമ്മായിമ്മയുടെ വീടല്ല നിൻ്റെ പോലീസ്. എന്നോട് ചോദിച്ചില്ല എൻ്റെ അനിയനോടും അതെ നിൻ്റെ പോലീസ് സ്റ്റേഷൻ നിൻ്റെ അച്ചി വീടാണ്, നിൻ്റെ അച്ചി വീടല്ല. എനിക്കറിയാം കേട്ടോ. ഒരു ചുക്കും ചെയ്യാൻ പോലെ കേസ് എടുക്കാനും കേസ് എടുക്കും സാറേ. വരുമ്പോൾ കാണാം കേട്ടോ, ഞാൻ കോടതി പൊക്കോളാം കേട്ടോ. ഇനി പിന്നെ ഞാൻ ഇനി കൊണ്ടിട്ട് വരും ധാരണയൊന്നും വേണ്ട. ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാവപ്പെട്ട പോലെ നിങ്ങൾ നെഞ്ഞത്ത് കയറി ഉണ്ടല്ലോ. ഒരു ദിവസം ഉണ്ട് ഒരു പാവപ്പെട്ടനൊക്കെ ഒന്നിച്ചു കൂടി നിന്നാ നിങ്ങളൊന്നും ഒരു പുല്ലും ചെയ്യില്ല കേട്ടോ. എത്ര പേരുണ്ട് നിങ്ങൾ കേരളത്തിലെ പോലീസുകാർ? നല്ലവർ ഒഴികെ ലഞ്ചം വാങ്ങുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? നല്ലവരുണ്ട് കേട്ടോ. അവരോട് മാപ്പ്. അല്ലാത്ത പോലീസുകാരല്ലേ അവർക്കൊക്കെ ഒരു 50 ഒരു 200-300 പേര് ഒന്നും വീട് ചെങ്കലെ പിരിച്ചെടുത്താലേ ഒന്നും ചെയ്യാൻ പാടില്ല. 200-300 പേർക്ക് കേസ് എടുക്കേണ്ട വേണം. എന്ത് ചെയ്യാൻ പറ്റും? അതുകൂടി പറ്റുമോ? ഇതുപോലെ തെളിവുകൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. 2018 മുതൽ കൊഴിഞ്ഞാമ്പാറ നാരിയ പോലീസ് നമ്മളെ പരാതി കൊടുത്ത് അന്വേഷിക്കുന്നില്ല. പിച്ച പോലീസ് ഇതിന് വല്ല പണിയുണ്ട് സാറേ മുംബൈയിൽ റെഡ് ലൈറ്റ് ഏരിയയിൽ. ആ പണിക്ക് പോയിക്കൂടെ? ഇട്ടേക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഏരിയയിൽ മുംബൈയിൽ പണിയുണ്ട് സാർ. ആ പണിക്ക് പോയി നല്ല ഇതിനെക്കാട്ടി വരുമാനം സാറേ. ലഞ്ചം വാങ്ങണം സാർ. നല്ല വരുമാനം കിട്ടും സാറേ. പോയി പണി നോക്കും സാറേ കേട്ടോ. കേസെടുക്കാനേ പറ്റുള്ളൂ. എൻ്റെ പരാതിക്ക് നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ തന്നെ പറയുള്ളൂ. പിന്നെ എനിക്കിത് മതി. നിങ്ങൾ നടപടിയെടുത്താലും അവിടെ കിടക്കട്ടെ കേട്ടോ. അതാ ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ അത് മതി. എപ്പോൾ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ചത്തെന്ന് വിചാരിച്ചാ ഈ നടപടി എടുക്കാതെ പോലീസുകാർ അത്ര മക്കൾക്കും നല്ല പണിയുണ്ട് കേട്ടോ സാറേ. നിങ്ങൾ നരകിച്ച് ചാകും കേട്ടോ സാറേ. ഇത് ഈ ഏളൈ മക്കളിങ്ങനെയുള്ള യൂട്യൂബ് ചാനൽ വിൻസെന്റ് സേവ്യർ ഞാൻ ഇതിനെക്കാട്ടി വലിയൊരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അതിന് സക്സസ് ആക്കാൻ നടന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഞാൻ ശക്തമായി നാളെ തിരിച്ചു വന്നാൽ ഞാൻ ഡൽഹിയിൽ കോടതിക്കും പോകും. അപ്പം നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ. വൈകൊന്നുമില്ല കേട്ടോ. മരിക്കാതിരുന്നെങ്കിൽ വിൻസെന്റ് ജീവനോടെങ്കിൽ ആ പ്രോജക്റ്റ് ഞാൻ റെഡിയാക്കി തന്നെ ചെയ്യും. പിന്നെ ഇന്നൊരു വിഷയമുണ്ട്. ഈ മൂലികയിൽ എന്തൊക്കെ തയ്യാറാക്കാൻ പറ്റും എന്നുള്ള വിൻസെന്റ് സേവ്യർക്ക് നല്ല അറിയാം കേട്ടോ. മൂലികയിൽ എന്ത് തയ്യാറിച്ചാലും അത് സക്സസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വിൻസെന്റ് സേവ്യർക്ക് അറിയാം. അതുപോലെ ഒരു സാധനം തയ്യാറിച്ച് കഴിഞ്ഞാൽ വിൻസെന്റ് വിചാരിച്ച് തയ്യാറിക്കുകയും ചെയ്യും, അത് റെഡിയാക്കുകയും ചെയ്യാം, അത് പറ്റുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സാധനം ഞാൻ 2 സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തയ്യാറിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾക്കിട്ട് മോശമാണ്. വിൻസെന്റ് ചെയ്യിപ്പിക്കരുത്. അത് ആ സാധനം തയ്യാറിക്കാൻ ഞാൻ ആൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, തയ്യാറിച്ചും നോക്കിയും കഴിഞ്ഞിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ടെസ്റ്റ് ചെയ്താൽ മോശമാണത്. ടെസ്റ്റ് മൂലികയിൽ ഒരു സാധനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരെണ്ണമല്ല 2 എണ്ണം. അതിൽ ഒരു സാധനം മോശമാണ് കേട്ടോ. എന്നെ തയ്യാറിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും പിന്നെ അത് മോശത്തരമാണ് കേട്ടോ സാറേ നിങ്ങൾക്ക്. എൻ്റെ പരാതിക്ക് ന്യായമായ നടപടിയെടുത്ത് എനിക്ക് നീതി വഴങ്ങണമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസുകാരോട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് ഏളൈ മക്കളിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க. ஜெய் ஹிந்த்.